രമേശ് എന്തോ തെരഞ്ഞെടുപ്പിന് നിൽക്കാൻ പോകണോ അങ്ങനെയൊക്കെ പറഞ്ഞു. പാലക്കാട്ട് സ്ഥാനാർത്ഥിയാണെന്നോ? ഇതൊക്കെ തന്നെയാണ് പ്രശ്നം. ഞാൻ രാവിലെ ബോംബെ നിൽക്കുക. ബോംബെ നിന്ന് കയറുമ്പം ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെ വന്ന് ഇറങ്ങിയപ്പോ ഫോണോട് ഫോൺ. അപ്പോഴത്തേക്ക് ചാനലിൽ വന്നില്ലേ? വന്നു. ഞാൻ പറഞ്ഞില്ല, നിൽക്കുന്നില്ല. അത് അന്തരീക്ഷത്തിൽ നിന്ന് വന്ന ഇതുപോലെ വന്നതാ, ഞാൻ പറഞ്ഞിട്ടില്ല. ഇല്ല. പിന്നെ എന്റെ ജന്മനാട് പാലക്കാടാണ്. ഞാൻ പാലക്കാട് കുഴൽമന്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ജനിച്ചത്. അതെ, എന്റെ അമ്മയുടെ വീട് അവിടെയാണ്. ഇടയ്ക്ക് പോലൊക്കെ ഉണ്ട്. അപ്പൊ അതും കൂടെ കൊണ്ടൊക്കെ ആൾക്കാരെ ഉദ്ദേശിച്ചെടുത്തതായിരിക്കും. എനിക്കൊന്ന് ഇത് രമേശ് പുറത്തുവിട്ട വാർത്തയല്ലല്ലോ. ഒരിക്കലും ഒരു പബ്ലിക് പ്രഷർ വരട്ടെ. എനിക്ക് അങ്ങനെ ഒരു ജയിപ്പിച്ചേ പറ്റൂ. ഇല്ല ഇല്ല ഇല്ല, എനിക്ക് അങ്ങനെ ഈ ഇടയ്ക്ക് ഒരു തമാശ ഉണ്ടായി. അത് നമ്മൾ പുറത്ത് പറയണ്ടെന്ന് വിചാരിച്ചാൽ ഈ കാര്യത്തിൽ പറയൂ. നമ്മുടെ സംസ്ഥാനത്തെ ഒരു മന്ത്രിയെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ സ്ഥാനത്ത് വിമർശിക്കുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പൊ ഞാൻ അദ്ദേഹത്തെ ഫോൺ ചെയ്തു. ഞാൻ പറഞ്ഞു, ഞങ്ങളെപ്പോലുള്ള ആളുകളൊക്കെ തന്നെ ഇങ്ങനെ സംസ്ഥാനത്ത് ഒരു മന്ത്രിയാവണമെന്ന് ആഗ്രഹിക്കുന്നതാണ്. നിങ്ങളെപ്പോലുള്ളവരിട്ട് ഇങ്ങനെ ഞങ്ങളെ നാറ്റിച്ചാലേ ഞങ്ങൾക്കൊന്നും ഒരു കഴിവില്ലെന്ന് തോന്നും. അതുകൊണ്ട് നിങ്ങളിത് കുറയ്ക്കണമെന്ന് പറഞ്ഞു. പുള്ളി എന്നോട് ചോദിച്ചു, സീരിയസ് ആയിട്ട് പറയണോ? നമുക്ക് പേര് പറയാൻ പറ്റത്തില്ല, എന്നാലും അത് ഊഹിച്ചെടുത്ത് കാണുമല്ലോ. മനസ്സിലായല്ലോ, പ്രേക്ഷകർക്ക് മനസ്സിലായി കാണും. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരു 7 തവണ വിമർശിക്കണമെന്നും 1 തവണ വിമർശിച്ചാൽ മതി. പുള്ളി പക്ഷേ എഗ്രി ചെയ്തു. അത് പുള്ളിക്കാർ ഭയങ്കര സ്ട്രോങ്. ഒരു രക്ഷയിൽ ഈ അടുത്തിടയ്ക്കായിട്ട് പുള്ളി കുറച്ച് കത്തി കയറുന്ന ഒരു രീതിയാന്ന് തോന്നുന്നു. അപ്പൊ എന്തായാലും നമുക്കിത് ബ്രേക്കിംഗ് ന്യൂസ് ആക്കാമല്ലോ. രമേഷ് പിഷാരടി മത്സരത്തിനില്ല. ഇല്ല ഇല്ല, ഉറപ്പാണല്ലേ? നാളെ ബ്രേക്കിംഗ് ന്യൂസ് അടിച്ചിട്ട് പിറ്റേന്ന് മാറ്റേണ്ടി വരരുത്. ഞാനല്ലേ പറയുന്നത്. കുഴൽമന്ദത്തെ ജനങ്ങളെല്ലാം കൂടെ സമ്മർദ്ദം ചെലുത്തിയപ്പോ ഞാൻ വഴിക്കങ്ങ് പോയിന്ന് പറയുന്നത്. വേറെ ആൾക്കാർ പറയുന്നതിന് ഇപ്പൊ നമ്മൾ ഉത്തരം പറയേണ്ട അവസ്ഥയാണ്. ഈ ട്രോളന്മാരെന്തായാലും ഇത് തീർച്ചയായിട്ടും എടുത്ത് അലക്കും അല്ലേ? ട്രോളന്മാരുടെ ശല്യം എങ്ങനെയുണ്ട് ഇപ്പൊ? ശല്യമില്ല, ഭയങ്കര രസമല്ലേ? അയ്യോ, ഇത്ര എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു പരിപാടി. നമ്മളൊരു 10 മിനിറ്റിന്റെ സ്കിറ്റ് ഒക്കെ കളിച്ച് അതിന്റെ ക്ലൈമാക്സിൽ കിട്ടുന്ന ചിരിയേക്കാളും ഒരു സ്റ്റിൽ ഫോട്ടോയില്, ഒരു വരിയില്, ഒരു കമന്റിലൊക്കെ ഗംഭീരമായിട്ട് ചിരിപ്പിക്കുന്നു. ഈ അടുത്തിടെ ട്രോളറിൽ നിന്ന് കിട്ടിയ ഒരു അനുഭവം എങ്ങനെയായിരുന്നു? രമേശും കിട്ടുമല്ലോ അത്യാവശ്യം. പിന്നെ എനിക്കും കിട്ടാറുണ്ട്. അടുത്തിടെ കിട്ടിയത് എന്താ, ഇപ്പൊ അമ്മയില് മറ്റേ ഇലക്ഷന് മാറി കൊടുത്ത സംഭവം ഉണ്ടല്ലോ. അപ്പം ഇങ്ങനെ രമേശ് സ്വമേധയെ മാറിയതായിരുന്നു അല്ലേ? അങ്ങനെയാണ് നിയമം. വലിയ മഹാമനസ്കനാണെന്ന് നിയമമാണ്. എനിക്കറിയായിരുന്നു. വോട്ട് ചെയ്ത പലർക്കും അറിയില്ലായിരുന്നു. നമ്മൾ മാറിയിട്ട് അവിടെ 4 ഏറ്റവും കൂടുതൽ വോട്ട് അല്ലേ? അല്ല, ഇപ്പൊ നിൽക്കുന്നവരെക്കാളുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ വോട്ടൊന്നുമില്ല. അപ്പോ മാറി കൊടുക്കണം ആരെങ്കിലും. ആണുങ്ങൾ മാറി അവിടെ സ്ത്രീകൾ വരണം. അതിപ്പോ അടുത്ത ബൈലോ അമെന്റ് ചെയ്യാന്നുള്ളത് അവർ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷെ വോട്ട് ചെയ്തവർക്ക് പലർക്കും ഇത് അറിയില്ലായിരുന്നു. അപ്പൊ ഇലക്ഷൻ കഴിയുന്ന ദിവസം ഒരു പത്രസമ്മേളനം വിളിച്ചിട്ട് ഇത്ര പേര് വന്നു, ഇത്രക്ക് ഇത്ര വോട്ട് കിട്ടി, പകരം ഇന്നയാളെ എടുത്തു എന്നൊന്നും പറയാതെ വന്നപ്പം ഓൾമോസ്റ്റ് ജയിച്ച ആൾക്കാർ, ബാക്കിയെല്ലാം തോറ്റ ആൾക്കാർ. അങ്ങനെയാണല്ലോ ആൾക്കാർ വിചാരിക്കുള്ളൂ. അപ്പൊ ഞാനിതല്ല എന്ന് പറഞ്ഞതിന്റെ താഴെ ഒരുത്തൻ എന്റെ ഫോട്ടോ വെച്ചിട്ട് വീണതല്ല, സാഷ്ടാംഗം പ്രണമിച്ചതാണ്, അതായത് തോറ്റതല്ല, അങ്ങനെ ഒരു സാധനം ഇപ്പൊ കിട്ടിയത് വിജ്ഞാനമാണ്. വളരെ ഇന്നോവേറ്റീവ് ആണ്. ട്രോളന്മാർ ഒരു രക്ഷയില്ല, അതിഗംഭീരമാണ് അവരുടെ പരിപാടി. രമേശ് ഏതെങ്കിലും ട്രോളറിനോട് ഉടക്കേണ്ടി വന്നിട്ടുണ്ടോ? അങ്ങനെ വിളിക്കുവോ? ഇങ്ങനെ കൊടുത്തിട്ട് അവർ വിളിക്കുവോ? അല്ല, അതൊരു പുതിയ മീഡിയത്തിൽ അവരിങ്ങനെ വന്നതല്ലേ. അപ്പം നമ്മളൊക്കെ ഒരു കാലത്ത് ഇതിന്റെ ഒരു വേറെ റൂട്ടിൽ കാസറ്റായിട്ടും ടെലിവിഷനായിട്ട് ചെയ്തിട്ടുള്ളതല്ലേ. അത് ചെയ്യട്ടെ, വരികയാണ്. അതുകൊണ്ട് അത് ചെയ്യട്ടെ, അതൊക്കെ രസമാണ്. രമേശിന്റെ ജീവിതത്തിലെ ഈ വിദ്യാഭ്യാസ കാലം എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല മിടുക്കനായിരുന്നോ പഠിക്കാൻ? ഒരു പ്രൈമറി വിഭാഗം അപ്പുറം വരെയൊക്കെ അത്യാവശ്യം മിടുക്കനായിരുന്നു. പിന്നെ എനിക്ക് ഒരു സാധ്യത ഉണ്ടായിരുന്നു അന്നത്തെ പോക്കില്. ഇല്ല, ഞാൻ ഒഴിച്ച് ബാക്കി 4 പേരും വലിയ പഠിത്തക്കാരായിരുന്നു. വലിയ പഠിപ്പിച്ചുകളാണ്. PSC എഴുതി ജോലി മേടിച്ചവനൊക്കെ. അച്ഛൻ എയർഫോഴ്സിലായിരുന്നു. അച്ഛനൊക്കെ പക്ഷെ അന്നൊക്കെ ഒളിച്ചോടുന്നവർക്ക് പട്ടാളത്തിൽ കിട്ടുക എന്നൊക്കെ പറയുന്ന പരിപാടികളുണ്ടല്ലോ. അച്ഛനൊക്കെ അങ്ങനെ വീട്ടിൽ നിന്ന് ചെറുപ്പം പട്ടാളത്തിൽ ചേർക്കാനുള്ള ഐഡിയ ഉണ്ടായിരുന്നു? ഇല്ലായിരുന്നു. പട്ടാളത്തിൽ മനസ്സിലായി. പിന്നെ എനിക്കൊരു 7ാം ക്ലാസ് 8ാം ക്ലാസ് ഒക്കെ ആയപ്പോൾ എനിക്കൊരു ബോധ്യം തന്നെ, ഈ മാർക്കൊന്നും കാര്യമായിട്ട് എവിടെയും കണക്ക് കൂട്ടുന്നില്ലെന്നും, ഇപ്പൊ 7ാം ക്ലാസ്സിൽ ഓണപരീക്ഷയ്ക്ക് 50 മേടിച്ചുകൊണ്ട് വലിയ ബോധ്യമില്ലെന്നും എനിക്ക് അന്നേ അറിയാമായിരുന്നു. ഇന്നാണ് ആൾക്ക് മനസ്സിലാവുന്നത്. ഞാനൊരു 18 മാർക്കിനുള്ളത് എഴുതി പരീക്ഷകളൊന്നും അത്ര നീറ്റ് അല്ലെന്ന് നമുക്ക് മനസ്സിലായി. എഴുത്ത് നിർത്തും. പിന്നെ ഒരു 2 മണിക്കൂറൊന്നും ഇരിക്കില്ല. പരീക്ഷയിൽ എനിക്ക് ജയിക്കാനുള്ളതായി നാക്കിയാൽ ഞാനിങ്ങ് പോരും. അങ്ങനെയൊക്കെ ചെയ്തു പോന്നിട്ടുണ്ട്. ഈ രമേശ് കോളേജിലോട്ട് കടന്നു കഴിഞ്ഞപ്പോഴേ ക്ലാസ്സിലൊന്നും അങ്ങനെ പോകാൻ സമയമില്ലാതെ ഒരുപാട് വേദികളിൽ കത്തിക്കയറുകയായിരുന്നു കേട്ടിട്ടുണ്ട്. സെക്കൻഡ് ഇയർ ആയപ്പോ തന്നെ ഞാൻ ഏതാണ്ട് സലീമേട്ടന്റെ ട്രൂപ്പിലായിട്ടുണ്ട്. പിന്നെ സലീമിനെ കുറിച്ച് കൈരളി ചാനൽ പറയുന്നതൊക്കെ ഞാൻ ഒരിക്കൽ കേട്ടു. അവ പരിപാടികൾ ഉണ്ടായിരുന്നു അത്യാവശ്യം. അതുകൊണ്ട് പോക്ക് ക്ലാസ്സിൽ റെഗുലർ അറ്റൻഡൻസ്. സലീംകുമാർ ചോദിച്ചത് രമേശിനോട് എനിക്ക് ഓർമ്മയുണ്ട്. പറ്റിച്ച് കയറിയതാണ് പുള്ളിയുടെ ട്രൂപ്പില്. അതായത് ബോബൻ ആലമ്മൂടന്റെ ശബ്ദം. അതൊന്ന് പറയൂ. അത് ആളുകൾ മറന്നതാണ്. ബോബൻ ആലമ്മൂടന്റെ ശബ്ദമാണെന്ന് പറഞ്ഞിട്ട് ഒരു ശബ്ദം രമേശ്
നിറം ഇറങ്ങിയിട്ട് വലിയ ഹിറ്റ്. സനിവേട്ടന്റെ ട്രൂപ്പിന്റെ ഇന്റർവ്യൂ നടക്കുന്നു. ചെന്നപ്പോ ഞാൻ നോക്കുമ്പോ ഒരു 2 നില ബിൽഡിംഗ് മുഴുവൻ മിമിക്രിക്കാര് വിധത്തിലും തരത്തിലുള്ള ശബ്ദങ്ങൾ അനുകരിക്കുന്നു. നമ്മൾ എന്ത് ചെയ്യാൻ നോക്കിയാലും അവിടെ ഒരു ജനാർദ്ദന്റെ ശബ്ദം, ഇവിടെ കൃഷ്ണൻകുട്ടി നായരുടെ ശബ്ദം, MS തൃപ്പൂണിത്തുറ പുറകില് എല്ലാം ഉണ്ട്. അപ്പൊ സനിവേട്ടന്റെ മുറിയിൽ ഇന്റർവ്യൂവിന് കയറി കഴിഞ്ഞപ്പം എന്തൊക്കെ ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ബോബനാലമൂടിന്റെ ശബ്ദം അനുകരിക്കും എന്ന് പറഞ്ഞു. എന്നിട്ട് അതിൽ നിറത്തിൽ പുള്ളി വെച്ച പോലത്തെ ഒരു കണ്ണട ഏതോ ഉത്സവത്തിന് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതും വെച്ചിട്ട് വെറുതെ എന്തൊക്കെയോ പുള്ളി നിറം കണ്ടിട്ടുമില്ല. അറിയാന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ പുള്ളി പുതിയൊരു ഐറ്റം ഒരുത്തം ചെയ്തു. പിന്നെ കുറച്ച് പ്രാസമൊക്കെ വെച്ചിട്ട് കാണാതെ പഠിച്ചിട്ട് പറയുന്ന ചില ഇനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അവതരിപ്പിച്ചു. അങ്ങനെയാണ് ആ ട്രൂപ്പിൽ കയറിയത്. പിന്നീടാണ് പുള്ളിക്ക് മനസ്സിലായത് ബോബനാലമൂട് തന്നെ വേറെ ആള് ഡബ് ചെയ്തതാണെന്നും പുള്ളിയുടെ സ്വന്തം ശബ്ദം ഉപയോഗിക്കുന്ന ആളായിരുന്നില്ല. പറ്റിച്ചു കയറി എന്നുള്ളത് എപ്പോഴാണ് പുള്ളിക്ക് മനസ്സിലായത്? അത് പിറ്റേന്ന് തന്നെ മനസ്സിലായി. പക്ഷേ പാവമല്ലേ, ട്രൂപ്പിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കി നടത്തലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മാനേജറുടെ പൊസിഷനിലോട്ട് മാറിയോ? ഇത് എന്തുവാ മാനേജറുടെ? അത് സത്യത്തിൽ ആർട്ടിസ്റ്റ് ആയിട്ടല്ലെന്നേ, ഞാൻ നോക്കി നടത്തുന്നത് കൊണ്ടും എല്ലാരെയും മാനേജ് ചെയ്ത് ട്രൂപ്പിന്റെ വണ്ടി സമയത്ത് അവിടെ എത്തിച്ചു കൊണ്ടുവന്ന് വിളിച്ച് അങ്ങനെയൊക്കെ ചെയ്യില്ലേ. എനിക്കും അത്രയ്ക്കും ഉണ്ടായിരുന്നുള്ളൂ. വലിയ ആർട്ടിസ്റ്റ് അല്ല. പിന്നെ പെൺവേഷമായിരുന്നു കൂടുതൽ. സ്റ്റേജിന്റെ സൈഡിൽ നിന്ന് ആങ്കറിങ് ഒക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ശ്രമിച്ചിട്ടുള്ള വരവിലാണ് വന്ന് കയറിപ്പെട്ടത്. ആ കാലം ഭേദമായിരുന്നു അല്ലേ? ആ കാലം ഏതുമായിരുന്നു. കോളേജിൽ ഈ പറഞ്ഞ പോലെ അറ്റൻഡൻസ് നല്ല കുറവായിരുന്നു. ആ സമയത്ത് ഈ കടകളിൽ പോസ്റ്റർ ഒട്ടിക്കുന്നതിന് ആ കടക്കാരന് സിനിമ ഫ്രീ ആയിട്ട് കാണാനുള്ള ഒരു ടിക്കറ്റ് കൊടുക്കും. പെട്ടിക്കടയുടെ ഒക്കെ ഫ്രണ്ടിൽ 3 പോസ്റ്റർ വെക്കണം. രാത്രി എടുത്ത് അകത്ത് വെക്കണം, പകല് പുറത്ത് വെക്കണം. അപ്പൊ അടുത്തുള്ള ഒരു കടക്കാരന് 2 പെൺമക്കളാ. അയാളുടെ കടയിൽ ഈ പോസ്റ്റർ വെക്കുന്നുണ്ട്. അപ്പൊ അയാൾ ആ ഫ്രീ സിനിമ കാണാനുള്ള കൂപ്പൺ എനിക്ക് തന്നു. അയാളുടെ മകൾക്കും വേണ്ട, അയാൾക്കും വേണ്ട. അപ്പൊ ശനി ഞായർ അവധി ദിവസങ്ങൾ ഒഴിച്ച് ബാക്കി ഏത് ദിവസവും തിയേറ്ററിൽ പോയാൽ നമുക്ക് ഫ്രീ ആയിട്ട് സിനിമ കാണാം പോസ്റ്റർ വെക്കുന്ന കാരണം. അങ്ങനെ ഡിഗ്രി പ്രീ ഡിഗ്രിയും കൂടെ 5 വർഷം ആ കാലത്തിറങ്ങിയ എല്ലാ സിനിമകളും കടക്കാത്തെടുത്ത് നമ്മൾ വെക്കേണ്ടി വരും. അത് കടക്കാരൻ ചെയ്തോളും. നമുക്കില്ല, ഫ്രീ ആയിട്ട് സിനിമ കാണാൻ പറ്റിയിട്ടുണ്ട്. രമേശിനെ പോലിരിക്കുന്ന ഒരാളുടെ ഒരു പടം LED ഒന്ന് കാണിച്ചിടാന്ന് വിചാരിച്ചു. മിമിക്രിയിൽ 2ാം സ്ഥാനം നേടിയ രമേശ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി യുവജനോത്സവത്തിൽ അല്ലേ? അതെ. അന്ന് എന്തുവാ സംഭവം അവതരിപ്പിച്ച രമേശ് ഓർമ്മിക്കുന്നു? അന്ന് ഞാൻ ക്ലിന്റൺ മോണിക്ക ലെവൻസ്കി അതായിരുന്നു അടിച്ചത്. അത് വെച്ചിട്ടുള്ള ചെറിയ പ്രശ്നം. അതിൽ ഇവിടുത്തെ നടന്മാര് വാദിക്കുന്നതും വേറെ ചില കോഴി താറാവ് അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്തു. ഇത് സമ്മാനം കിട്ടി സ്റ്റേജിന്റെ ബാക്കി വെക്കുമ്പോൾ ഒരു സ്ത്രീ വന്നു. എടോ, ഇയാള് DB കോളേജ് പഠിക്കുന്ന ആളാണോ? പ്രൈസ് അനൗൺസ് ചെയ്തു. ഞാൻ പറഞ്ഞു അതെ. താൻ എന്താ പഠിക്കുന്നത്? ഞാൻ പറഞ്ഞു ഇന്നത്. സെക്കൻഡ് ലാംഗ്വേജ് എന്താ? ഞാൻ പറഞ്ഞു ഹിന്ദി. ഇവിടെ എനിക്ക് 4 ക്ലാസ് ഉണ്ട്, തന്നെ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ എന്ന് അവിടെ പഠിപ്പിച്ച ടീച്ചറാണ്. ടീച്ചർ ഇതുവരെ കണ്ടിട്ടില്ലല്ലേ? കോളേജില്. ഏത് DB കോളേജിലായിരുന്നു? തലയോലപ്പുറം. ഓ, അവിടെയാ പഠിച്ചതല്ലേ? ഓക്കെ, അത് നന്നായി. കോളേജ് ഇപ്പോഴും അവിടെ ബാക്കിയുണ്ട്.